നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജർമ്മനിക്കെതിരെ ഇതുവരെ കളിച്ച കളികളിലൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരാജയമായിരുന്നു ഫലമെങ്കിൽ ഒടുവിൽ ഇതാ 40 വയസ്സിന് ശേഷം അദ്ദേഹം ഒരു വിജയം പിടിച്ചെടുത്തിരിക്കുന്നു. യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ 2-1 ജർമ്മനിയെ പോർച്ചുഗൽ തോൽപ്പിക്കുമ്പോൾ വിജയ ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക. ഇതിനു മുമ്പ് 5 മത്സരങ്ങളാണ് ജർമ്മനിയുമായിട്ട് ക്രിസ്ത്യാനോ കളിച്ചിരുന്നത്. 5 കളികളും പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴിതാ തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നു. ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ എത്തിയിരിക്കുകയാണ്. 937ാമത്തെ കരിയർ ഗോളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനോ ഇപ്പോഴും ടോപ്പ് ലെവലിൽ തന്നെ 40ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനായിട്ടും ക്ലബിനായിട്ടും കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നർത്ഥം. ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോളടിച്ചു. 5 നീക്കങ്ങൾ അദ്ദേഹം ഗോളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേറെ നടത്തി. ഒരു കീ പാസ് അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. 87% പാസിംഗ് ആക്യുറസി, 50% ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. അതായത് 4 ഡ്യുവൽസിൽ 2 അദ്ദേഹം വിൻ ചെയ്തു. ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിലെ കണക്ക് നോക്കുക. അദ്ദേഹത്തിൻ്റെ പ്രകടനം 8 മത്സരങ്ങൾ കളിച്ചു. അതിൽ 7 ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയുണ്ട്. അതായത് 8 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 81 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 37 ഷോട്ടുകൾ, 14 ഓൺ ടാർഗറ്റിലേക്ക്, 10 കീ പാസുകൾ, ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് എയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ടോപ്പ് സ്കോററായിട്ട് വിരാജിക്കുകയാണ്. യെസ്, 40 വയസ്സ് കഴിഞ്ഞിരിക്കാം, പക്ഷേ CR7 കളിക്കളത്തിൽ ഇന്നും യുവത്വത്തിൻ്റെ നിറകൂടമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.